കഥ അർദ്ധരാത്രിയിലെ ഫോൺ കോൾ. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന അവസാന ബസ്സിലായിരുന്നു 28കാരനായ അഖിൽ. ജോലിയുടെ ഭാഗമായി വൈകിയതിനാൽ ആ ബസ്സിൽ കയറേണ്ടി വന്നു. ബസ്സിൽ യാത്രക്കാർ വളരെ കുറവായിരുന്നു. മുൻസീറ്റിൽ പ്രായമായ ദമ്പതികൾ, പിന്നിൽ 2 കോളേജ് വിദ്യാർത്ഥികൾ, പിന്നെ അഖിൽ. ബസ് കാടിന് നടുവിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് മഴ ശക്തമായി. അപ്പോഴാണ് അഖിലിൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ പരിചയമില്ലാത്ത നമ്പർ. ഹലോ. അപ്പുറത്തു നിന്ന് വിറയുന്ന ശബ്ദം. ദയവായി ബസ് നിർത്തരുത്, ആരെയും വിശ്വസിക്കരുത്. അഖിൽ ഞെട്ടി. ആരാണ് സംസാരിക്കുന്നത്? അപ്പുറത്തുനിന്ന് ഒരു വാചകം മാത്രം. ഡ്രൈവറുടെ പിന്നിലെ 3ാമത്തെ സീറ്റ് നോക്കൂ. കോൾ കട്ടായി. അഖിൽ പതുക്കെ നോക്കി. അവിടെ കറുത്ത ജാക്കറ്റ് ധരിച്ച ഒരാൾ തലകുനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ ബാഗ്. അയാൾ ഇടയ്ക്കിടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അഖിലിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഇതെന്താണ്? അല്പസമയത്തിനകം വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ. അയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഡ്രൈവറോട് ഒന്നും പറയരുത്, അയാൾ കേൾക്കും. അഖിലിൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്? സമയമില്ല, 5 മിനിറ്റിനുള്ളിൽ എല്ലാം മനസ്സിലാകും. കോൾ വീണ്ടും കട്ടായി. ബസ്സിനുള്ളിൽ നിശബ്ദത. പുറത്ത് ഇടിയും മഴയും. പെട്ടെന്ന് ആ കറുത്ത ജാക്കറ്റുകാരൻ എഴുന്നേറ്റു. ആ മനുഷ്യൻ പതുക്കെ ബാഗ് നിലത്ത് വെച്ചു. ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അയാളിലായിരുന്നു. അവൻ ബാഗിൻ്റെ സിപ്പ് തുറക്കാൻ തുടങ്ങിയതും യാത്രക്കാർ ഭയന്ന് പിന്നിലേക്ക് മാറി. അഖിലിൻ്റെ നെഞ്ചിടിപ്പ് ഓരോ നിമിഷവും കൂടി. സിപ്പ് പൂർണ്ണമായി തുറന്നപ്പോൾ അതിനുള്ളിൽ കയറുകൊണ്ട് കെട്ടിയ ഒരു യുവാവ്. വായിൽ ടേപ്പും, കൈകൾ പിന്നിലേക്ക് ബന്ധിച്ചതും. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. ഇതെന്താണ്? ആ മനുഷ്യൻ ഉടനെ കൈകൾ ഉയർത്തി. ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്, അയാൾ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഒരു സ്വകാര്യ അന്വേഷണക്കാരനാണ്. ഈ യുവാവ് നിരവധി വയോധികരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഘത്തിലെ അംഗമാണ്. പോലീസിനെ കൈമാറാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ബന്ധിക്കേണ്ടി വന്നത്. അതേ നിമിഷം ആ യുവാവ് കാലുകൊണ്ട് ബാഗ് തട്ടി പുറത്തേക്ക് ചാടി ഓടാൻ ശ്രമിച്ചു. അഖിൽ പെട്ടെന്ന് മുന്നോട്ട് ചാടി അവനെ പിടികൂടി. ഡ്രൈവർ ബസ് റോഡരികിൽ നിർത്തി. അല്പസമയത്തിനകം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഓഫീസർ ആ മനുഷ്യനോട് കൈകൊടുത്ത് പറഞ്ഞു, സമയോചിതമായി പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഇയാൾ വീണ്ടും പലരെയും കബളിപ്പിക്കുമായിരുന്നു. അഖിൽ ഒരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷേ അപ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അതേ അജ്ഞാത നമ്പർ. ഹലോ. ഇപ്രാവശ്യം മറുവശത്ത് ശാന്തമായ ശബ്ദം. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾ ആരാണ്? ഞാൻ ഈ ബസ്സിലെ യാത്രക്കാരനാണ്. അഖിൽ ഞെട്ടി. എവിടെ? നിന്റെ പിന്നിലെ അവസാന സീറ്റിൽ. അഖിൽ ഉടൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. അവസാന സീറ്റ് ശൂന്യം. ഭയന്ന് വീണ്ടും ഫോണിലേക്ക് നോക്കി. കോൾ അവസാനിച്ചു. ഉടൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. മറുപടി വന്നു, നിങ്ങൾ വിളിച്ച നമ്പർ നിലവിലില്ല. കൊച്ചിയിലെത്തി എല്ലാവരും ഇറങ്ങി. അഖിൽ ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ, ഈ ബസ്സിൽ അവസാന സീറ്റിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡ്രൈവർ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം പതുക്കെ പറഞ്ഞു, 3 വർഷം മുമ്പ് ഇതേ റൂട്ടിൽ ഒരു അപകടമുണ്ടായി. അതിൽ മരിച്ച ഒരു യാത്രക്കാരൻ അവസാന സീറ്റിലായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞ അവസാന വാക്ക്, ഈ ബസ്സിലെ എല്ലാവരെയും രക്ഷിക്കണം. അഖിൽ ഒന്നും പറയാനായില്ല. അവൻ പതുക്കെ അവസാന സീറ്റിലേക്ക് നോക്കി. ജനൽച്ചിലിൽ മഴത്തുള്ളികൾ വീഴുകയായിരുന്നു. പക്ഷേ ആ മഴത്തുള്ളികൾക്കിടയിൽ ഒരു കൈപ്പാട് പോലെ എന്തോ തെളിഞ്ഞു. അതിന് താഴെ വിരൽ കൊണ്ട് എഴുതിയിരുന്നത് സേഫ് ജേണി. അഖിൽ കണ്ണടച്ച് വീണ്ടും തുറന്നു. എഴുത്ത് അപ്രത്യക്ഷമായിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ അഖിലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഫോണിലെ കോൾ ലോഗ് വീണ്ടും പരിശോധിച്ചു. ആ അജ്ഞാത നമ്പർ അവിടെ ഉണ്ടായിരുന്നില്ല. വിളിച്ചതിൻ്റെ ഒരു രേഖ പോലുമില്ല. അടുത്ത ദിവസം അവൻ പോലീസ് സ്റ്റേഷനിലെത്തി എല്ലാം പറഞ്ഞു. ഓഫീസർ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല, പക്ഷേ ചില മുന്നറിയിപ്പുകൾ ജീവിതം മാറ്റിമറിക്കും. അഖിലൊന്നും മിണ്ടിയില്ല. പുറത്തിറങ്ങുമ്പോൾ അവൻ തൻ്റെ ഫോണൊന്ന് നോക്കി. സ്ക്രീനിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു. ഒരാളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. അവൻ ഉടൻ ഫോൺ തുറന്നു. പക്ഷേ ആ സന്ദേശം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. അയച്ച ആളില്ല, നമ്പറില്ല, ഒരു തെളിവ് പോലുമില്ല. ഇന്നും അഖിൽ വിശ്വസിക്കുന്നത് ഒരു കാര്യമാണ്, ചില ഫോൺ കോളുകൾ മനുഷ്യരിൽ നിന്നാകാം, ചിലത് വിധിയിൽ നിന്ന്.